തായ്ലൻഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബുദ്ധ ക്ഷേത്ര സമുച്ചയമാണ് വാട്ട്ഫോ എന്ന് പറയുന്ന സ്ഥലത്ത് ബാങ്കോക്കിലെ വാട്ട്ഫോയിലുള്ളത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ബുദ്ധ ക്ഷേത്ര സമുച്ചയം സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ ബുദ്ധ സന്യാസിമാര് നരേന്ദ്രമോദിയെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നരേന്ദ്രമോദി അവരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇത് കാണേണ്ടത് തന്നെയാണ്. ഇങ്ങനെയാണ് ഒരു രാജ്യം റിലേഷൻ ബിൽഡ് ചെയ്യുന്നത് മറ്റൊരു രാജ്യവുമായിട്ട്. ഇപ്പോൾ നമ്മുടെ അതേ സംസ്കാരമാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വ്യാപിച്ച സംസ്കാരമാണ് നമ്മുടെ സൗത്ത് ഏഷ്യ ഒട്ടാകെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഏഷ്യയില് പകുതിയോളം പ്രദേശങ്ങളിൽ ഇന്നും നമുക്ക് ഈ ഇന്ത്യൻ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ കാണാൻ കഴിയും. ഇപ്പൊ തായ്ലൻഡ് എന്ന് പറയുന്നത് ഹിന്ദുയിസത്തിനും അതിലേറെ ബുദ്ധിസത്തിന് വലിയ പ്രാധാന്യമുള്ള, ഇന്നും വളരെയധികം പ്രാധാന്യമുള്ള ഒരു രാജ്യമാണ്. ഈ തായ്ലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുമ്പോൾ അദ്ദേഹം ആരായിട്ടാണ് പോകുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാത്രമായിട്ടല്ല, ബുദ്ധന്റെ നാട്ടിൽ നിന്നാണ് പോകുന്നത്. ബുദ്ധമതം ജന്മം കൊണ്ട നാട്ടിൽ നിന്നാണ് പോകുന്നത്. അപ്പോ ആ ഒരു കൾച്ചറൽ വാല്യൂസ് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ ബിൽഡ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് മറ്റേതൊരു റിലേഷനേക്കാളും പ്രധാനമാണ്. നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തത്വത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ബിസിനസ് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ബന്ധങ്ങളുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ് അല്ലെങ്കിൽ പ്രതിരോധം, സുരക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബന്ധങ്ങളുണ്ട്. നല്ല രീതിയിലുള്ള സൗഹൃദങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സാംസ്കാരികമായിട്ടുള്ള ബന്ധമുണ്ട്. ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടിയാണ്. അത് കുറെ കൂടി ആഴത്തിലുള്ള ബന്ധമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ചരിത്രം, സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യയുടെ ബുദ്ധിസം ഒക്കെ ബുദ്ധിസ്റ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിട്ട് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും അദ്ദേഹം അതിന് ശ്രദ്ധ കൊടുക്കാറുണ്ട്. കാരണം ഈ ഒരു കൾച്ചറൽ ഒരു കണക്ഷനാണ് അത് നീണ്ട കാലത്തേക്ക് നിൽക്കാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ശ്രീലങ്ക ആണെങ്കിലും തായ്ലൻഡ് ആണെങ്കിലും കംബോഡിയ ആണെങ്കിലും മ്യാൻമാർ ആണെങ്കിലും ഇവിടെയൊക്കെ തന്നെ ഇന്ത്യൻ സംസ്കാരത്തിന്റെ വേരുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇപ്പോ തായ്ലൻഡിലുള്ള ബുദ്ധ സന്യാസിമാരും കാണുന്നത് ഈ ഒരു സംസ്കാരത്തിന്റെ ഒരു ഗാർഡിയനായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രചാരകനും അതിന്റെ ഒരു രക്ഷകനുമായിട്ടാണ് അവര് നരേന്ദ്രമോദിയെ കാണുന്നത്. ബുദ്ധ സന്യാസിമാരും നരേന്ദ്രമോദിയും തമ്മിലുള്ള ആ ഒരു വളരെ സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്.